ഓം ശാന്തി. ഏതാനും നിമിഷത്തേക്ക് സ്വയം തന്നെ പുറത്തുള്ള കോലാഹലങ്ങളിൽ നിന്നും വാതാവരണങ്ങളിൽ നിന്നും വേർപെടുത്തി സ്വയം തന്നെ കാണുന്നു. ഞാനൊരു ചൈതന്യ ശക്തി ആത്മാവാണ്. പ്രകാശ സ്വരൂപമാണ്. ഞാൻ ഒരു ജ്യോതിബിന്ദുവായി എൻ്റെ ശ്രദ്ധ പരമശക്തിയുടെ നേരത്തിരിക്കുന്നു. പരംപിത ശിവപരമാത്മാവിൻ്റെ നേരെ ശ്രദ്ധിക്കുന്നു. പരമാത്മാ എൻ്റെ സ്നേഹിയായ പിതാവാണ്. എൻ്റെ പ്രിയ ശിവബാബയാണ്. പാരലൗകിക പിതാവാണ്. സത്യമായ നിസ്വാർത്ഥ സ്നേഹം നൽകുന്നു. ആത്മീയ സ്നേഹം നൽകി എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ ക്ഷീണമകറ്റുന്നു. ബാബ, അങ്ങയോടെനിക്ക് അനാദി ആത്മിക സംബന്ധമുണ്ട്. ബാബ എൻ്റെ പിതാവാണ്. ആത്മീയ പാലനയിലൂടെ എന്നെ ശക്തിശാലിയാക്കുന്നു. ബാബ, അങ്ങൻ്റെ ആത്മീയ ടീച്ചറാണ്. ഞാൻ അങ്ങയുടെ റോയൽ സ്റ്റുഡൻ്റാണ്. എനിക്ക് കർമ്മം അകർമ്മം സുകർമ്മത്തിൻ്റെ ജ്ഞാനം തരുന്നു. ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുന്നു. സൃഷ്ടി ഡ്രാമയുടെ ഗുഹ്യ രഹസ്യം പറഞ്ഞു തരികയാണ്. സുപ്രീം ടീച്ചറായി ജ്ഞാനപ്രകാശം നൽകുന്നു. പരമസദ്ഗുരുവായി എനിക്ക് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും മാർഗം കാണിച്ചു തരുന്നു. വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ബാബ എൻ്റെ പരമസദ്ഗുരുവാണ്. ഭവസാഗരത്തിൽ നിന്നും എന്നെ മറുകര എത്തിക്കുന്നു. ബാബ, അങ്ങയുടെ ശക്തിയിലൂടെ എൻ്റെ പഴയ കണക്കുകൾ സമാപ്തമാക്കുന്നു. യോഗത്തിലൂടെ വികർമ്മങ്ങൾ വിനാശമാകുന്നു. ബാബ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. ബാബ, ഞാൻ അങ്ങയോട് ചേർന്ന് സർവശക്തികളും എന്നിലേക്ക് പ്രവാഹിതമാക്കുന്നു. അങ്ങയുടെ സമാനമാകുന്നു. പ്രിയ ബാബ, ഈ പൂർണ്ണ യൂണിവേഴ്സിൽ കേവലം അങ്ങ് പരമാത്മാവാണ്.
എൻ്റെ ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. 3 രൂപത്തിലും ഞാൻ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ ഓരോ ആജ്ഞയും പാലിക്കുന്നു. ശ്രീമതത്തിന് ആദരവ് കൊടുക്കുന്നു. മുരളി ഒരിക്കലും മുടക്കില്ല. ദൂരെ ബ്രഹ്മത്തിലിരിക്കുന്ന ബാബയെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എന്ത് വേണം? നേടേണ്ടത് നേടിക്കഴിഞ്ഞു. എന്നെ ബാബ സ്വന്തമാക്കി. ശിരസിൽ കിരീടം വെച്ചു തന്നു. എനിക്കൊരു കാര്യത്തിലും ചിന്തയില്ല. ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചു. അതിനാൽ മനസ്സിലായി, എൻ്റെ ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. ഇതെല്ലാം മായ കാരണം ഞാൻ മറന്നു പോകുന്നു. ഈ പഠിപ്പ് ഒരിക്കലും മനുഷ്യൻ്റെതല്ല. ഉയർന്നതിലും ഉയർന്ന ഒരേ ഒരു ബാബയാണ്. ഞാൻ ബാബയുടെ ശ്രീമതം കാര്യത്തിൽ ഉപയോഗിക്കുന്നു. അതനുസരിച്ച് ചാർട്ട് വയ്ക്കുന്നു. ബാബ ഏകരസമായി എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഒരേ ഒരു മഹാമന്ത്രം നൽകുന്നു, മന്മനാഭവ. ഞാൻ ഓർമ്മയുടെ യാത്രയിലാണ്. ഈ യാത്ര അനാദിയാണ്. കൽപ്പം ഞാൻ ഈ യാത്ര ചെയ്തു വന്നു. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ഇത് സത്യമായ ഓർമ്മയുടെ യാത്രയാണ്. ശ്രീമതത്തിലൂടെ ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബാബ ഏത് മന്ത്രമാണോ തന്നിരിക്കുന്നത്, ഞാൻ അത് ഓർമ്മിക്കുന്നു. ബീജരൂപനായ ബാബയാണ് ജ്ഞാനസാഗരൻ. ബാബ തനിക്ക് സമാനം എന്നെ നോളജ് ഫുള്ളാക്കി മാറ്റുകയാണ്. ഞാൻ എന്താഗ്രഹിക്കുന്നുവോ ആ പദവി പുരുഷാർത്ഥത്തിലൂടെ ബാബയിൽ നിന്നെടുക്കുന്നു. ഈശ്വരീയ ഉത്തരവാദിത്വമാണ് എനിക്ക് വഴി പറഞ്ഞു തരുന്നത്. ദൂരെ ബ്രഹ്മത്തിലിരിക്കുന്ന ബാബയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ആ ബാബയെ ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ ചിന്തയില്ല. ഞാൻ രോഗമുണ്ടെങ്കിൽ പോലും ബാബയെ ഓർമ്മിച്ച് സന്തോഷത്തിലിരിക്കുന്നു. ഞാൻ ഈശ്വരന്റെ കുട്ടിയാണ്. ബാബ എനിക്ക് സത്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിൽ സന്തോഷത്തിലിരിക്കുന്നു. പഠിപ്പിലൂടെ രാജകീയ കിരീടം നേടുന്നു. ശ്രീമതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനം ചെയ്യുന്നു. സദാ ശ്രീമതത്തിന് ആദരവ് കൊടുക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ
സ്വരൂപമാകുന്നു. ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ സ്മൃതിയിലൂടെ തന്റെ സമർത്ഥ സ്വരൂപത്തിൽ കഴിയുന്നു. സൂര്യവംശി പദവിയുടെ അധികാരിയാകുന്നു. എന്റെ അനാദി യഥാർത്ഥ സ്വരൂപത്തിന്റെ സ്മൃതി ഉണ്ടാക്കുന്നു. സൂര്യവംശി പദവിയുടെ അധികാരിയാകുന്നു. സർവർക്കും മേലെ ദയ കാണിക്കുന്നവരാകൂ. എങ്കിൽ അഹങ്കാരവും തെറ്റിദ്ധാരണയും സമാപ്തമാകും. അവ്യക്ത സൂചനയാണ് രചനയായ താമര പുഷ്പം ജലത്തിലിരിക്കെ ജലത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തമാണ്. മാസ്റ്റർ രചയിതാവിലും ഈ വിശേഷത ഉണ്ടാകുമല്ലോ. എപ്പോഴെങ്കിലും ബന്ധനമുണ്ടാവുകയാണെങ്കിൽ തനിക്ക് മുന്നിൽ താമര പുഷ്പത്തിന്റെ ദൃഷ്ടാന്തം വെക്കൂ. മാസ്റ്റർ സർവശക്തവാനായി വേറിട്ട സ്നേഹിയാകൂ. ഓം ശാന്തി.